സാറ് ഞാൻ എൻ്റെ ചോദ്യത്തിൽ ഒരു ചെറിയൊരു ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് ഈ സാങ്കേതിക വിദ്യയിലൂടെ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന അനുഭവം ബോധപ്രാപ്തിൻ്റെ അനുഭവത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണോ ആകാൻ കുറച്ചെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സാറ് പറഞ്ഞു അത് നമുക്കൊരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുമായിട്ട് ഏതെങ്കിലും ഒരു താരതമ്യം, ഒരു താതാത്മ്യത നമുക്ക് ഒരു സാധാരണക്കാരൻ നിലയിൽ കാണാൻ സാധിക്കുമോ ഒന്നുകൂടെ ഒന്ന് ചോദിക്കും. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ എന്താ പറയാൻ പറ്റും, അതിനെ ഫാൻസിഫുൾ ഡ്രീമിങ് എന്നൊക്കെ പറയാം. നമ്മുടെ ഒരു സ്വപ്നമാണ്, നമ്മുടെ ആശയപരമായ സ്വപ്നമാണ്. അതിന് വേണ്ടി നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു വെപ്രാള കൂട്ടലിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു സംഗതി വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അനുഭവങ്ങളുടെ മിഴിവേറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു ബ്രോഡ് സ്പെക്ട്രം എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഒരു ബോധപ്രാപ്തിയിൽ സാധിക്കുന്ന പോലെ അതിനകത്ത് സാധിക്കുന്നില്ല. ഒരേ സമയം ഒരു ബോധപ്രാപ്തൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുഃഖവും സുഖവും ഒരു ഫോക്കസിലല്ല, പല വ്യക്തികളുടെ ദുഃഖവും സുഖവും, പല കാര്യങ്ങളുടെ ദുഃഖവും സുഖവും, അങ്ങനെ പല വിഷയങ്ങൾ അതിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യാപ്തി അറിയാമെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതായത് ഇപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൂമിൽ തന്നെ എത്രയോ യന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ യന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ 2 വെളിച്ചങ്ങൾ എന്ന് പറയുന്നത് തന്നെ, ആ 2 ദീപങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ഇലക്ട്രിക് ദീപങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ കത്തിയിരിഞ്ഞ് അതിൻ്റെ ലൈഫ് തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അവർക്ക് ഇത്ര മണിക്കൂറേ കറങ്ങും. പണ്ടൊക്കെ ആർക്ക് ലാമ്പുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത്ര മണിക്കൂറേ ഉള്ളൂ കത്തിത്തീരും. അപ്പം അത്രയും അല്ലാതെ കുറച്ചുകൂടെ അതിന് ലൂമിനസ് ആയിട്ടൊരു ലൈഫ് കുറച്ചുകൂടെ ഉണ്ട്, പുതിയ വിളക്കുകൾ. അത് കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഐസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ദുഃഖമുണ്ട്. അതിലൊരു ദുഃഖം ലൈറ്റ് അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അതിലൊരു ദുഃഖമുണ്ട്. ആ ദുഃഖം എന്ന് പറയുന്നത് അതിൻ്റെ ആ എറോഷൻ ഓഫ് ഇറ്റ്സ് പവർ എന്ന് പറയുന്നതാണ്. അത് ശോചയന്തി എന്ന് പറയും. അതിന് ഈ വേദ സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഓർമ്മ വന്ന കാര്യം. അത്തരത്തിലുള്ള ഒരു ശോഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ദുഃഖമാണ്. ഈ ദുഃഖവും അത് തരുന്ന പ്രകാശമെന്ന സുഖവും അത് തരുന്ന യുവക്തയുടെ സുഖവും ഒരേ സമയത്ത് ഇതിനകത്തൂടെ ഒരു ബോധപ്രാപ്തൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഒരു യന്ത്രങ്ങൾ പോലും, സാധാരണ മാനസികാവസ്ഥകളില്ലാത്ത യന്ത്രങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന സുഖദുഃഖാനുഭവങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ ബൈജു ഉദ്ദേശിക്കുന്ന വിവരസാങ്കേതിക വിദ്യയിൽ കൂടെയോ നൂതന ആശയങ്ങളിൽ കൂടെ, നൂതന സംവിധാനങ്ങളിൽ കൂടെ ഒന്നും എത്തിച്ചേരാൻ തെറ്റിദ്ധരിക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അനുഭവ തലങ്ങളിലേക്കാണ് ഒരു ബോധപ്രാപ്തനെ കടന്നു ചെല്ലുന്നത്. ഒരു പക്ഷേ നമുക്ക് സാധാരണ ഒരു മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൊണ്ടാഷ് പോലെ, താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മൊണ്ടാഷ് പോലെ തന്നെ വിപുലമാണ് അത് എന്നാണ് മനസ്സിലാക്കുന്നത്.